നമസ്കാരം. 5.5 ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ സേവന വേതന വ്യവസ്ഥകളെക്കുറിച്ച് ഗ്രീൻ ഗ്ലോബൽ ചാനൽ വീഡിയോകൾ ചെയ്തിരുന്നു. അത് DA ആകട്ടെ, ബെനിഫിഷ്യറീസ് ആകട്ടെ, ലീവ് സറണ്ടർ ആകട്ടെ, പങ്കാളിത്ത പെൻഷൻ ആകട്ടെ, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സർക്കാർ അംഗീകരിക്കുകയാണ്. അപ്പോഴാണ് ചില ആളുകൾ വന്ന്, അത് ആരാന്ന് ഞാൻ പറയുന്നില്ല, ചില ആളുകൾ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ DA കൊടുത്താൽ ഇയാൾ ചാനൽ നിർത്തുമോ, പോടാ വാടാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഒരു വെല്ലുവിളിയും നടത്തണ്ട. നിങ്ങൾ ആ പങ്കാളിത്ത പെൻഷൻ ഒന്ന് പിൻവലിപ്പിക്കൂ. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ DA എന്ന് പറയുന്നത് എന്തിനാണ്? DA അപ്പപ്പോൾ കൊടുക്കാനുള്ളതാണ്. ഡിയർനെസ് അലവൻസ് ആണ്, ക്ഷാമബത്തയാണ്. ഓരോ കാലഘട്ടത്തിൽ അപ്പപ്പോൾ കിട്ടേണ്ടതാണ്, ആ മാസത്തിൽ കിട്ടണം. 6 മാസം കൂടുമ്പോൾ ജീവിത ചെലവ് കൂടുമെന്നും ആ ജീവിത ചെലവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് 6 മാസത്തിൽ കൊടുക്കുന്ന ഒരു ഇൻസെൻറ്റീവാണത്. അത് 6 മാസത്തിനുള്ളിൽ തന്നെ കൊടുക്കണം, അപ്പം തന്നെ കൊടുക്കണം. ഉച്ചയ്ക്ക് കഞ്ഞിക്ക് ഭക്ഷണം ചോദിക്കുമ്പോൾ, വിശക്കുമ്പോൾ കഞ്ഞി കൊടുക്കാതെ രാത്രി ബിരിയാണി കൊടുത്തിട്ട് കാര്യമില്ലെന്നേ. അപ്പോൾ അതുകൊണ്ട് വിശന്ന് പോയെന്നേ. അതുകൊണ്ട് ക്ഷാമദത്ത സമയത്ത് കൊടുക്കാൻ നിങ്ങൾ കൊടുക്കുമെന്നൊരു വാക്ക് പറഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോകൾ പിൻവലിക്കും, മാപ്പ് പറയും പൊതുസമൂഹത്തോട്. അതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷൻ നിങ്ങൾ പറഞ്ഞിട്ട് എവിടെയാണ് പങ്കാളിത്ത പെൻഷൻ? നിർത്തുമോ? അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം നിങ്ങൾ അവസാന സമയത്ത്, ഈ ഗവൺമെൻറ് അവസാന സമയത്ത് ചിലപ്പോൾ ഒരു ശമ്പള പരിഷ്കരണ കമ്മിറ്റിയൊക്കെ വെച്ച് കുറേ ബഹളങ്ങൾ ജഗപോക കാണിക്കും. ചിലപ്പോൾ കുറേ DA കൊടുത്തെന്നിരിക്കും. എന്നിട്ട് പിന്നെ അല്ലാതെ പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. കേന്ദ്ര ഗവൺമെൻറ് കടം വാങ്ങുന്നില്ലേ? വാങ്ങുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ കടം വാങ്ങുന്നില്ലേ? വാങ്ങുന്നു. നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടോ? നിങ്ങൾ ഈ സ്വതന്ത്രമായ കാര്യങ്ങളൊന്നും ചുറ്റിപ്പിടിക്കണ്ട. നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. അത് കിട്ടാനായി സഹായിക്കുന്ന ആരെങ്കിലും വീഡിയോ വന്ന് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ വിഷയത്തെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ അവിടെ അസ്വസ്ഥപ്പെടരുത്. ഞാൻ മറ്റു ചില കാര്യങ്ങളിലൂടെ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം DAയുടെയും പങ്കാളിത്ത പെൻഷൻ്റെയൊക്കെ നമ്മൾ ചെയ്തല്ലോ. ഇന്ന് സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റം ഫെയിലുവർ ആണെന്ന്. മറ്റാരുമല്ല പറയുന്നത്, സിസ്റ്റം ഫെയിലുവർ ആണ്. അപൂർണമായ ഫയലുകളാണ് മുകളിലേക്ക് വരുന്നത്. അതുകൊണ്ട് അതിൽ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. 10 ലക്ഷത്തോളം ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. സെക്രട്ടേറിയറ്റിൽ മാത്രം എത്ര ഫയൽ കെട്ടിക്കിടക്കുന്നു? ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, ഡയറക്ടറേറ്റുകൾ എത്ര ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം കെട്ടിക്കിടക്കുന്നു. അപ്പോഴാണ് ചീഫ് സെക്രട്ടറി വന്ന് പറയുന്നു ഈ സിസ്റ്റം ഫെയിലുവർ ആണെന്ന്. മുഖ്യമന്ത്രി ഭരണത്തിലേക്ക് 11 വർഷങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി ഭരണത്തിൽ വന്നപ്പോൾ പറഞ്ഞതാണ്, 10 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, ഇവിടെ ഇത് ഓരോ ഫയലും ഒരാളുടെ ജീവനാണ്, ഫയൽ ജീവനെടുക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചില്ല. പഞ്ചിങ് ഏർപ്പെടുത്തി, പരാജയപ്പെടുത്തി. ഓണത്തിന് ആഘോഷം നടത്തരുതെന്ന് പറഞ്ഞു, അത് പരാജയപ്പെടുത്തി. എല്ലാം പരാജയപ്പെടുത്തി. സർക്കാരും എന്താ ചെയ്യുന്നത്? DA കൊടുക്കുന്നില്ല, പെൻഷൻ കൊടുക്കുന്നില്ല, ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നു, കരാർ നിയമനങ്ങൾ നടത്തുന്നു, പിൻവാതിലൂടെ സിസ്റ്റത്തെ കല്ലിലടിച്ച പൂക്കുല പോലെ ഇല്ലായ്മ ചെയ്തു. മുഴുവൻ വകുപ്പുകളും ഔട്ട്സോഴ്സ് ചെയ്യുന്നു, എല്ലാ പ്രോജക്റ്റുകളും ഔട്ട്സോഴ്സ് ചെയ്യുന്നു. പല ഏജൻസികൾ, ഏജൻസികളുടെ പേര് പറയുന്നില്ല, നമ്മുടെ PWDയിലെല്ലാം ഔട്ട്സോഴ്സ് ചെയ്യുന്നു, ജലവകുപ്പിൽ ഔട്ട്സോഴ്സ് ചെയ്യുന്നു, എല്ലാ വർക്കുകളും ഔട്ട്സോഴ്സ് ചെയ്യുന്നു. എന്തിനാണ് ഈ സംവിധാനം എന്നുള്ള നിലയിൽ സർക്കാർ സംവിധാനത്തെ ചുരുക്കി ഒന്നിനും കൊള്ളാത്ത കരിമ്പിൻ ചണ്ടി പോലെ ആക്കി വെച്ച് അവർക്ക് ഇപ്പോൾ ആനുകൂല്യവും കൊടുക്കുന്നില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് കൊണ്ടുവച്ച് നമ്മുടെ സിസ്റ്റത്തെ നന്നായി പരാജയപ്പെടുത്തി. എന്നിട്ടും നമ്മൾ പറയും നമ്മൾ ഒന്നാമതാണെന്ന് വരൂ, നിങ്ങളെല്ലാം ഞങ്ങളെ കാണൂ, ഞങ്ങളാണ് ഒന്നാമതെന്ന് പറയും. പക്ഷേ വളരെ മോശമായിട്ടുള്ളൊരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുത്തു. നമ്മുടെ ബ്യൂറോക്രസിയിൽ ഒരു കാരണവശാലും ആർക്കും തിരുത്താൻ കഴിയാത്ത രീതിയിൽ, ആർക്കും ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കറക്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തെ ഇവിടെ ഉണ്ടാക്കിയെടുത്തു. അതിലൂടെ ആളുകൾ, ജോലി ചെയ്യുന്നവർക്ക് പോലും ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. ക്രിയേറ്റീവായി ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. സത്യസന്ധമായ രീതിയിൽ പ്രൊമോഷൻ നടക്കുന്നില്ല. വളരെ കൃത്യമായ ട്രാൻസ്ഫറുകൾ നടക്കുന്നില്ല. DA കൊടുക്കുന്നില്ല. പങ്കാളിത്ത പെൻഷൻ എന്ന് പറഞ്ഞ ആളുകളുടെ പെൻഷനിൽ കൈയിട്ട് വരുന്നു. അതുപോലെ തന്നെ ലീവ് സറണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നും പറ്റുന്നില്ലാത്ത 2 തരത്തിലാണ്. ഒന്ന്, സിസ്റ്റം തന്നെ നശിപ്പിച്ചു. 2, ആനുകൂല്യങ്ങളെ വെട്ടിപ്പിടിച്ചു. എല്ലാം ഇല്ലാതാക്കി. എങ്ങോട്ടാണ് നമ്മൾ ഈ യാത്ര? അപ്പോഴും കുറച്ച് പേർ വീണ വായിക്കുകയാണ്. സർവീസ് സംഘടനകൾ, പ്രത്യേകിച്ച് ഭരണകക്ഷി സർവീസ് സംഘടനകൾ ഓണാഘോഷത്തിൻ്റെ തിരക്കിലാണ്. നമുക്ക് ഓണാഘോഷം നടത്താം, വടംവലി നടത്താം, മത്സരങ്ങൾ നടത്താം, പൂക്കളം നടത്താം, തിരുവാതിര, ഞാറ്റുവേല പോലുള്ള കളി നടത്താം. നമുക്കൊരു മെഗാ തിരുവാതിര ആയാലോ? അത് മതിയല്ലോ നമുക്ക്. എന്തായാലും
നമുക്ക് തിരുവാതിരയ്ക്ക് ഒരുങ്ങാം.